ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു വയറിൻ്റെ റിജിഡിറ്റി മോഡുലസ് കണ്ടെത്താനുള്ള ഒരു എക്സ്പെരിമെൻ്റാണ്. അപ്പോൾ ആ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ടോർഷൻ പെൻഡുലം. ആദ്യം ഒന്ന് വരച്ച് നോക്കാം. ഒരു വയർ നമുക്ക് റിജിഡിറ്റി മോഡുലസ് കണ്ടെത്താനുള്ള ഒരു വയർ, ആ വയർ ഒരു സിലിണ്ട്രിക്കൽ ഡിസ്കുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് സെൻറ്ററിൽ ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. മേൽഭാഗം വയറിൻ്റെ ഇത് ചെയ്തിട്ടുണ്ട്, ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വയറിൻ്റെ ലെങ്ത് L, റേഡിയസ് R, ഈ ഡിസ്കിൻ്റെ റേഡിയസ് R, മാസ് M, ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ I. ടോർഷൻ പെൻഡുലം consists of a rigid circular disc of radius R, mass M, moment of inertia I. Connected and a wire, moment of inertia I, such that the disc is fixed to a wire, fixed to the wire of length L, radius R, the wire is fixed on a rigid support on upper end. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഈ വയറിൻ്റെ റിജിഡിറ്റി മോഡുലസ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇതുപോലത്തെ ഏത് വയറിൻ്റെ ആണോ കണ്ടെത്തേണ്ടത് അതെന്ത് ചെയ്യുക, ഇതുപോലെ നമ്മൾ അറേഞ്ച് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, we will apply a couple on the disc എന്തിന്, for twisting it in a small angle. ഒരു ചെറിയ ആംഗിളിൽ ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, ഒരു കപ്പിൾ അപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം, ട്വിസ്റ്റ് പറഞ്ഞാൽ ഒന്ന് ചെറുതായിട്ട് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ റിലീസ് ചെയ്യാം. അങ്ങനെ റിലീസ് ചെയ്താൽ എന്താ സംഭവിക്കുക, ആ ട്വിസ്റ്റ് ചെയ്ത ഭാഗത്തുനിന്ന് പിന്നെ തിരിച്ചു വരും, പിന്നെ ഈ ഭാഗത്തേക്ക് ഇറങ്ങും ഇല്ലേ, പിന്നെ അഗൈൻ ഈ ഭാഗത്തേക്ക് ഇറങ്ങും. അങ്ങനെ ഒരു ഓസിലേഷൻ അവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാവും. അറ്റ് എനി മൊമെൻറ്റ് സപ്പോസ് ഈ ഒരു ഡിസ്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ എന്തായാലും അപ്പോൾ അതിനെതിരായിട്ടുള്ള റീസ്റ്റോറിങ് ഫോഴ്സ്, അപ്പോൾ ഇങ്ങനെ ഈ ഡിസ്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വയറൊന്ന് ട്വിസ്റ്റ് ആയിട്ടുണ്ട്, അതായത് വയറിൻ്റെ ഉള്ളിൽ വയറൊന്ന് പിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഡിസ്ക് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഡയറക്ഷനിലൊരു റീസ്റ്റോറിങ് കപ്പിൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ ഒരു ഡയറക്ഷനിൽ റീസ്റ്റോറിങ് ഫോഴ്സ് ഇവിടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഏത് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുന്നത് അതിനെ ഒപ്പോസ് ചെയ്യുന്ന റീസ്റ്റോറിങ് കപ്പിൾ വയറിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അറ്റ് എനി ഇൻസ്റ്റൻറ്റ്
ഇതിപ്പോൾ ഏതുപോലെ എന്ന് പറഞ്ഞാൽ സ്പ്രിങ്ങിൻ്റെ കേസിൽ സ്പ്രിങ് ഇങ്ങനെ ഫിക്സ് ചെയ്തു, ഇങ്ങനെ ഇതാക്കി മാസ് ഇവിടെ ഉണ്ട് നിൽക്കാം. സ്പ്രിങ് ഈ മാസ് ഇങ്ങോട്ട് വലിച്ചാൽ എന്ത് ചെയ്യും? എഫ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. എത്ര ഇങ്ങോട്ട് വലിക്കുന്ന അത്രയും എഗെയിൻസ്റ്റ് ആയ ഫോഴ്സ്, റിസ്റ്റോറിങ് ഫോഴ്സ് ഇങ്ങോട്ട് ഉണ്ടാവും. ഓക്കെ, എന്നതുപോലെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഡിഫ്ലക്റ്റിംഗ്, അതിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന കപ്പിൾ, ഡിഫ്ലക്റ്റിംഗ് കപ്പിൾ ഈക്വൽ ടു റീസ്റ്റോറിങ് മൈനസ് ഓഫ് റീസ്റ്റോറിങ് കപ്പിൾ. അതായത് ഇവിടെ ഇപ്പോൾ സ്പ്രിങ്ങിൻ്റെ കേസിൽ ഫോഴ്സ് ഉപയോഗിച്ച് അതിനെ വലിക്കുകയാണെങ്കിൽ അതിനുള്ളിൽ അതിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള മൈനസ് കെ എക്സ് ഒരു ഫോഴ്സ് ഇവിടെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. എന്നതുപോലെ ഇവിടെ 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 ലോഞ്ചിറ്റ്യൂഡിനൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ഇവിടെ റൊട്ടേഷനാണ്. റൊട്ടേഷൻ ആകുമ്പോൾ ഫോഴ്സിൻ്റെ പകരം ടോർക്ക് എന്ന് പറഞ്ഞാൽ കപ്പിൾ തന്നെ. അപ്പോൾ ഡിഫ്ലക്റ്റിംഗ് കപ്പിൾ, റീസ്റ്റോറിങ് കപ്പിൾ എന്താ നമുക്ക് അറിയാം. ഡിഫ്ലക്റ്റിംഗ് കപ്പിൾ നമ്മൾ എഫ് ഡിഫ്ലക്റ്റിംഗ് കപ്പിൾ എന്ന് പറഞ്ഞാൽ ടോ ഈസ് ഈക്വൽ ടു എന്താണ്? ഐ ആൽഫ എന്ന് എഴുതി കൂടെ. ഇവിടെ ഇപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന് എഴുതുന്ന പോലെ മാസിൻ്റെ സ്ഥാനത്ത് ഐ, റൊട്ടേഷൻ മോഷനിൽ ആക്സിലറേഷൻ്റെ സ്ഥാനത്ത് ആംഗുലർ ആക്സിലറേഷൻ. ഓക്കെ, ഇതുപോലെ ഐ ആൽഫ. റീസ്റ്റോറിങ് കപ്പിൾ എന്താ? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താ? സി തീറ്റ ആംഗിളിൽ ട്വിസ്റ്റ് ചെയ്താൽ സി എന്നത് എന്താണ്? കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് ആണെങ്കിൽ തീറ്റ ആംഗിളിൽ ട്വിസ്റ്റ് ചെയ്താൽ സി ഇൻറ്റു തീറ്റ എമൗണ്ട് റീസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ടാവും, റീസ്റ്റോറിങ് കപ്പിൾ ഉണ്ടാവും. അപ്പോൾ ഈ ഡിഫ്ലക്റ്റിംഗ് കപ്പിൾ at any instant restoring couple is equal to minus of deflecting couple. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, at any instant deflecting couple is equal to minus of restoring couple. ഓൾറെഡി എഴുതി വെച്ചിരിക്കണം. ഇനി അത് അവിടെ കൊടുക്കുക. ഡിഫ്ലക്റ്റിംഗ് കപ്പിൾ എന്ന് പറഞ്ഞാൽ ഐ ആൽഫ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് സി തീറ്റ. ഓക്കെ, ആൽഫ എന്ന് പറഞ്ഞാൽ ആംഗുലർ ആക്സിലറേഷൻ, ഐ എന്ന് പറഞ്ഞാൽ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. ഓക്കെ, ഐ ഇൻറ്റു ആൽഫ എന്ന് പറഞ്ഞാൽ ആംഗുലർ ആക്സിലറേഷൻ, ആംഗുലർ വെലോസിറ്റി പറഞ്ഞാൽ ഡി തീറ്റ ബൈ ഡി ടി, ആംഗുലർ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ. ഓക്കെ, ഐ ഇൻറ്റു ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു മൈനസ് സി തീറ്റ. ഇത് ഈ ഇക്വേഷൻ വളരെ സിമ്പിൾ അല്ലേ? ഇത് നമ്മളെ സ്പ്രിങ്ങിൻ്റെ കേസിലുള്ള അതുപോലത്തെ ഇക്വേഷൻ, എഫ് ഈക്വൽ ടു മൈനസ് കെ എക്സ് അല്ലേ? അതുപോലത്തെ ഇക്വേഷൻ അല്ലേ? എഫ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്നുള്ള ഇക്വേഷൻ കണ്ടിരുന്നില്ലേ? അതുപോലത്തെ എഫിൻ്റെ സ്ഥാനത്ത് ഇവിടെ ടോർക്ക് ഐ ആൽഫ, ഇവിടെ എം എ എന്നുള്ളിടത്ത് ഐ ആൽഫ, കെ എക്സിൻ്റെ സ്ഥാനത്ത് തീറ്റ, ഇവിടെ ട്രാൻസ്ലേഷണൽ മോഷനാണ്, ഇവിടെ റൊട്ടേഷൻ മോഷൻ, അതുകൊണ്ട് എക്സിൻ്റെ സ്ഥാനത്ത് തീറ്റ, കെക്ക് പകരം മറ്റൊരു കോൺസ്റ്റൻറ്റ്, അത്രേ ഉള്ളൂ, മറക്കാനൊന്നുമില്ല. ഓക്കെ, ഇങ്ങനെ എഴുതി വെക്കാം. ഓക്കെ, ഈ ഐ ഇൻറ്റു ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ ഈസ് ഇക്വൽ ടു മൈനസ് സി തീറ്റ, ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ ഈസ് ഇക്വൽ ടു മൈനസ് സി ബൈ ഐ ഇൻറ്റു തീറ്റ. അടുത്ത സ്റ്റെപ്പിൽ ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് സി ബൈ ഐ ഇൻറ്റു തീറ്റ ഈസ് ഇക്വൽ ടു 0. ദിസ് ഈസ്, ഇതെന്താ ഇക്വേഷൻ കണ്ടാൽ തന്നെ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാവും. എന്താണ്? ദിസ് ഈസ് ഐഡൻറ്റിക്കൽ ടു differential equation of SHM, simple harmonic motion, having angular velocity omega. അതായത് ഇങ്ങനെയാണ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ്
ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0. അതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ. ഇതിനായിട്ട് കമ്പയർ ചെയ്താൽ എന്ത് കിട്ടും? ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു c/i എന്ന് കിട്ടും. ഇതിപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ എന്ത് ചെയ്യാൻ എല്ലാവർക്കും പൊതുവെ എല്ലാവർക്കും അറിയുന്നതാണ്. ഒമേഗ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് c/i ആണ്. ഒമേഗ ഈസ് ഈക്വൽ ടു ഈ സി എന്ന് പറഞ്ഞാൽ എന്താ? കപ്പിൾ പെർ യൂണിറ്റ് ടിസ്റ്റ്. ആദ്യം തന്നെ എഴുതി വെക്കേണ്ടതായിരുന്നു. കപ്പിൾ പെർ യൂണിറ്റ് ടിസ്റ്റ്. അതിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തെടുത്തിട്ടുണ്ട്. സി ഈസ് ഈക്വൽ ടു πn/4/2l എന്ന്. മുമ്പത്തെ വീഡിയോയിൽ അത് കണ്ടെത്തിയിട്ടുണ്ട്. കപ്പിൾ പെർ യൂണിറ്റ് ടിസ്റ്റ് എന്നുള്ളത്. ഒമേഗ സ്ക്വയർ, ഒമേഗ ഈസ് ഈക്വൽ ടു 2π ന്യൂ is equal to 2π/t. ഓക്കെ. സി എന്ന് പറഞ്ഞാൽ കപ്പിൾ പെർ യൂണിറ്റ് ടിസ്റ്റ് ഈക്വൽ ടു πn/4/2l. ഐ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ഡിസ്ക് ഈസ് ഈക്വൽ ടു mr²/2. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഒക്കെ ഒന്ന് കാണാതെ അറിഞ്ഞിരിക്കുക. ഫോർ ഡിസ്ക് ഇത് കപ്പിൾ പെർ യൂണിറ്റ് ടിസ്റ്റ്. ഇതോ ആംഗുലാർ വെലോസിറ്റി. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ മൂന്നെണ്ണം ഒമേഗൻ്റെ സ്ഥാനത്ത് 2π/t. ഇത് നമ്മൾ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഇതിൽ കിട്ടിയ പോലത്തെ അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക? ഡെറിവേഷൻ അതുപോലത്തെ ഡെറിവേഷനാണ്. സി എന്ന് പറഞ്ഞാൽ πnr/4. ഈ ആർ എന്ന് പറഞ്ഞാൽ വയറിൻ്റെ റേഡിയസ്. വയറിൻ്റെ അല്ല നമ്മൾ കണ്ടെത്തുന്നത്, വയറിൻ്റെ റേഡിയസ് /2l ബൈ ഐ എന്ന് പറഞ്ഞാൽ mr²/2. ഈ 2 വെട്ടി. πnr/4 ബൈ mr²l. 4π²/t² is equal to πnr/4 by m എന്താ? ക്യാപിറ്റൽ എം അല്ലേ? ക്യാപിറ്റൽ എം ആണ്. ഓക്കെ. ഇത് ക്യാപിറ്റൽ എം ആണ്. ഓക്കെ. mr²l πnr/4 by mr². πnr/4 ഈ മേലത്തെ 6 എന്ന് പറഞ്ഞാൽ വയറിൻ്റെ റേഡിയസാണ്. mr²l. ഇനി ടി n ഈക്വൽ ടു എന്ത് കിട്ടും? ഇവിടെ ഒരു പൈ രണ്ട് ഭാഗത്തും പൈ ഉണ്ട്, കോമൺ ആയിട്ട് ഒരു പൈനെ വെട്ടാം. പിന്നെ എന്നിനെ ഇവിടെ നിർത്തി ബാക്കിയുള്ളതിനൊക്കെ ആ ഭാഗത്തേക്ക് കൊണ്ടുപോയി എന്താവും? n ഈക്വൽ ടു എന്നിനെ ഇവിടെ നിർത്തിയിട്ട് കൊണ്ടുപോകുമ്പോൾ ഈ അടിയിലുള്ളത് മേലേക്കും 4π/t² ഇൻറ്റു mr²l ബൈ r/4. ഓക്കെ. ഈക്വൽ ടു ഈ r² അടിക്ക് പോയിട്ടുണ്ട്, ഇത് മേലേക്ക് പോയിട്ടുണ്ട്. n ഈസ് ഈക്വൽ ടു 4π mr²l ബൈ
r⁴ ഇൻറ്റു 1/t². n is equal to 4πmr²/r⁴ ഇൻറ്റു l/t². ഇങ്ങനെ റീഅറേഞ്ച് ചെയ്താൽ എല്ലിന് അതിൻ്റെ കൂടെ എഴുതി. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസിങ് ദിസ് എക്സ്പ്രഷൻ we can rigidity മോഡുലസ് n നമുക്ക് കണ്ടെത്താൻ കഴിയും. എങ്ങനെ കണ്ടെത്താൻ കഴിയും? നമ്മളെന്ത് ചെയ്യുക? പെൻഡുലം ഇവിടെ ഉപയോഗിക്കുക. പെൻഡുലം എന്ത് ചെയ്യുക? ചെറിയ ഓസിലേഷൻ ഉണ്ടാക്കുക. അപ്പോൾ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും. ഈ ലെങ്ത്ത് നമ്മൾ മെഷർ ചെയ്യാം. എല്ലാ ഈ r ഈ സ്മോൾ ലെറ്റർ r എല്ലാം നമ്മൾ എന്ത് ചെയ്യാം? ഈ വയറിൻ്റെ റേഡിയസ്, ഡിസ്കിൻ്റെ റേഡിയസ്, മാസ്, വയറിൻ്റെ ലെങ്ത്ത് എല്ലാം കണ്ടെത്തിയ പിന്നെ ആകെ കണ്ടെത്താൻ അവസാനമുള്ളത് ഈ പീരീഡ്. ഒരെട്ടാണ് കറക്കി വിടുക. പിന്നെ എന്ത് ചെയ്യുക? ഒരു കറക്കം ഇങ്ങോട്ട് പോയി ഒരാൾക്ക് ഇങ്ങോട്ട് എത്താനുള്ള സമയം. അതായത് മൊത്തം ഒരു കറക്കം പൂർത്തിയാക്കാൻ. കറക്കം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്യും, പിന്നെ ഇങ്ങോട്ട് തന്നെ ട്വിസ്റ്റ് ചെയ്യും, പിന്നെ ഇങ്ങോട്ട് തന്നെ ട്വിസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു ട്വിസ്റ്റ് ഇങ്ങോട്ടും ഒരു ട്വിസ്റ്റ് ഇങ്ങോട്ടും, അങ്ങനെ 2 ഡയറക്ഷനിലുള്ള ആ ഒരു മോഷൻ എടുക്കുന്ന സമയമാണ് പീരീഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒരു 10 ഓസിലേഷനുള്ള എന്ത് ചെയ്യുക? സമയം കണ്ടെത്തുക. അപ്പോൾ ഒരു 20 സെക്കൻഡ് ആണെങ്കിൽ ഒരു ഒന്നിന് എടുക്കുന്ന സമയം 2 സെക്കൻഡ് എന്നതുപോലെ എന്ത് ചെയ്യുക? പീരീഡ് കണ്ടെത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് നമ്മൾക്ക് എന്ത് ചെയ്യും? ബാക്കിയുള്ളതൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിൽ നിന്ന് എന്ത് കിട്ടും? റിജിഡിറ്റി മോഡുലസ് കിട്ടും. പിന്നെ ഇതിൽ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, ഈ അടിയിലുള്ള ഡിനോമിനേറ്റർ r ⁴ പവർ ഇൻ ഡിനോമിനേറ്റർ 4th പവറാണ്. അതുകൊണ്ട് തന്നെ r വളരെ അക്യുറേറ്റ് ആയിട്ട് തന്നെ മെഷർ ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? വലിയ എറർ ഉണ്ടാക്കും. ഓക്കെ. പിന്നെ പിന്നെ അറിഞ്ഞിരിക്കേണ്ടത് ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ്. ഇനി എന്ത് ചെയ്യുക? അപ്പോൾ ഇങ്ങനെയാണ് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുക. താങ്ക് യു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്തത്? നമ്മൾ ഓൾറെഡി കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റിനുള്ള എക്സ്പ്രഷൻ ഉണ്ട്. അപ്പോൾ തീറ്റ ആംഗിളിൽ ട്വിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും റീസ്റ്റോറിങ് കപ്പിൾ ഉണ്ടാവും. 2 ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ കിട്ടി. അപ്പോൾ അവിടുന്ന് ω² കിട്ടി. ഒമേഗക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, സിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, അതുപോലെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, റീഅറേഞ്ച് ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. പിന്നെ ഈ കോളം വരക്കലൊക്കെ എളുപ്പമല്ലേ? ലെങ്ത്ത് കോളം ഇതൊന്നും എന്ത് ചെയ്യുക? ലാബിൽ പോകുമ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യും. അപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്യുക? ഇതെല്ലാം അറിഞ്ഞിരിക്കുക.